വെൽക്കം ടു യശോധജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫുഡ് സേഫ്റ്റി എക്സാമിന് വേണ്ട ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് എന്ന് പറയുന്ന മോഡ്യൂളിലെ ആദ്യത്തെ ഭാഗമാണ്. നമുക്ക് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പിന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ തന്നെ ഫുഡ് സേഫ്റ്റി എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുഡ് സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്തിനാ? നമുക്ക് എപ്പോഴും ഹ്യൂമൻ കൺസംഷന് എങ്ങനെയായിരിക്കണം, ഫുഡിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? ഫുഡ്, അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ഹാൻഡ്ലിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്തോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും കണ്ടാമിനൻസ് ഒക്കെ ഈ ഫുഡിൽ വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഹസാർഡ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഫുഡ് സേഫ്റ്റീനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നൊരു ആക്റ്റാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. പിന്നെ ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മുൻപ് ഈ ഒരു 2006 ഈ ഒരു ആക്ട് വരുന്നതിന് മുന്നേ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിന് വേറൊരു ആക്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിവിടെ പറയുന്നുണ്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ 1955 ഉണ്ടായിരുന്നു. ഇനി മീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മീറ്റ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ 1973. ദെൻ വെജിറ്റബിൾ ഓയിൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് 1947 ആക്ട്. എഡിബിൾ ഓയിൽ പാക്കേജിംഗ് 1998 ആക്ട്. സോൾവെൻറ്റ് എക്സ്ട്രാക്റ്റഡ് ഓയിൽ, ഡി ഓയിൽഡ് മീൽ, പിന്നെ എഡിബിൾ ഫ്ലോർ ഒക്കെ 1967 ആക്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് 1992 ആക്ട്. പിന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. ഇതെല്ലാം എന്തായിരുന്നു? ഇങ്ങനെയെല്ലാം ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പല പല ഏജൻസി അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻ്റെ പല മിനിസ്ട്രീസിൻ്റെ ഒക്കെ അണ്ടറിലായിരുന്നു. ഇതെല്ലാം കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നമ്മൾ ഇന്ത്യയിൽ ഡീൽ ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ലോ ആണല്ലേ. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ആണ്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, പ്രയർ ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ദർ വാസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഫുഡ് ലോ, ഫുഡ് റിലേറ്റഡ് ലെജിസ്ലേഷൻ വാസ് ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ദർ വാസ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ അപ്രോച്ച് ആൻഡ് ഇഫക്റ്റ്. ഓക്കെ, എല്ലായിടത്തും ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുമായിരുന്നു. ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. Moreover, there were various ministries or organizations or agencies for standard setting and enforcement of different sectors of food. As a result, there were varied quality or safety standards with rigidness. The existing laws on food failed to match the rapid evolution of food-related technologies and advancement in production, storage, distribution, sale, etc. There were few laboratories with a poor laboratory infrastructure coupled with a thin spread of manpower and the other resources non-conducive to effective fixation of standards. There was poor information dissemination to consumer level. Okay, അപ്പോൾ പല പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലോസ് എല്ലാം പല പല ഏജൻസി ഡീൽ ചെയ്തുകൊണ്ടിരുന്നു. അവരെല്ലാം അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാം കൂടി ഒന്ന് യൂണിഫോം ആയിട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, കൺസ്യൂമറിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഈസി ആക്സസ്, ഓക്കെ, അതിൻ്റെ ഇൻഫർമേഷൻ ആയാലും അല്ലെങ്കിൽ ലോ പരമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ കൺസ്യൂമറിന് ആ ഒരു ഇൻഫർമേഷൻ അവർക്കും കുറവായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇറ്റ് ഈസ് ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ദി നീഡ് ഫോർ എ സിംഗിൾ ലോ with a single regulatory body at national level on all food safety and related matters was felt to ensure holistic approach, uniformity and effective implementation. മനസ്സിലായ? അങ്ങനെയാണ് ഒരു സിംഗിൾ ലോ എന്ന് പറഞ്ഞൊരു ഒരു ഒരു സിംഗിൾ റെഗുലേറ്ററി ബോഡി മതി, ഒരു സിംഗിൾ ലോ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആ ഒരു നീഡ് വന്നത്. The central government declared its intention in this behalf in the budget speech in 2002. The work pertaining to consolidation of various acts or orders governing food was entrusted to the Ministry of Food Processing Industries, who piloted the Food Safety and Standards Bill 2005, which was finally enacted as the Food Safety and Standards Act 2006 by the Parliament, and the same was published in the Gazette of India. Then Part 2, Section 1 on 24
24th August 2006 after receiving assent of the President on 23rd August 2006. The Food Safety and Standards Act 2006 was enacted as a consolidated act and the following food acts and orders were. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബില്ല് പാസ്സായതും പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചതും ദെൻ ഇത് ആക്ട് എൻഫോഴ്സ്ഡ് ആയിട്ട് വന്നതും. സോ ഇതെല്ലാം ആക്ട് കെയിം ഇൻ ടു ഫോഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്ത ലോസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വാസ് ഫൈനലി ഡെസിഗ്നേറ്റഡ് ആസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഫോർ ദി പർപ്പസസ് ഓഫ് FSS ആക്ട് 2006. ഇപ്പോൾ FSS ആക്ട് 2006 ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, ദെൻ സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് FSS ആക്ട് 2006. കുറച്ച് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഇതിൽ മെയിനായിട്ട് ദ സം ഓഫ് സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ട് മേ ബി സമറൈസ്ഡ് ആസ് അണ്ടർ ഡീസെൻട്രലൈസേഷൻ ഓഫ് ലൈസൻസിങ് ഫോർ ഫുഡ് പ്രോഡക്ട്സ്. ഇറ്റ് എംപവേഴ്സ് സ്റ്റേറ്റ്സ് ടു ഇഷ്യൂ രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റേറ്റ് ലൈസൻസ്. അല്ലേ, ഇപ്പോൾ ലൈസൻസ് മേടിക്കാനായിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. സ്റ്റേറ്റിന് അതിൻ്റേതായിട്ടുള്ള ഫുഡ് അതോറിറ്റി ഉണ്ട്. സോ അവർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും രജിസ്ട്രേഷൻ കൊടുക്കുന്നതും ഒക്കെ സ്റ്റേറ്റിനും ആ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ്? ഇഫക്റ്റീവ്, ട്രാൻസ്പാരൻറ്റ് ആൻഡ് അക്കൗണ്ടബിൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇറ്റ് ഹാസ് വെൽ ഡിഫൈൻഡ് ഫങ്ഷൻസ്, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് ഫുഡ് അതോറിറ്റീസ്, ബോഡീസ് ആൻഡ് കമ്മിറ്റീസ്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. കാരണം FSS ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് FSSAയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ആവശ്യം പോലെ എല്ലാ ഇൻഫർമേഷനും കിട്ടും. അവരുടെ പുതിയ അമെൻമെൻറ്റ്സ്, പുതിയ എന്തെങ്കിലും സ്കീമുകൾ ഇറക്കുന്നത്, അങ്ങനെ എന്ത് കാര്യങ്ങളായാലും. പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ കാര്യമുണ്ടല്ലേ, ആക്ട് ഉണ്ട്. സോ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അങ്ങോട്ട് അന്വേഷിക്കാം. എല്ലാം ഒറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടുവാണ്. സോ എല്ലാം ട്രാൻസ്പാരൻ്റ് ആണ്. ആ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കംപ്ലീറ്റ് അക്കൗണ്ടബിൾ ആണ്. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസും പവറുകളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള കമ്മിറ്റീസും ബോഡീസും പിന്നെ ഫുഡ് അതോറിറ്റിയും എല്ലാം കൂടി എല്ലാം അങ്ങനെ ഒരു നല്ല രീതിയിലൊരു സ്ട്രക്ചേർഡായിട്ടാണ് എന്ത് പോകുന്നത്, ഈ ഒരു ആക്ട് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ എംഫസൈസസ് ഓൺ ഗ്രാജുവൽ ഷിഫ്റ്റ് ഫ്രം റെഗുലേറ്ററി റെജിം ടു സെൽഫ് കോംപ്ലിയൻസ്. ഓക്കെ, റെഗുലേറ്ററി റെജിം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം ഓഫ് റെഗുലേഷൻസ് ടു എൻഫോഴ്സ് സം ആക്ട്. അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ സെൽഫ് കോംപ്ലിയൻസിലോട്ടാണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് എന്നുവെച്ചാൽ എല്ലാം നമുക്ക് പാലിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് ആക്ടിൽ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് പാലിച്ചാൽ മാത്രം മതി. ദെൻ റെഗുലേഷൻ ഓഫ് ഫുഡ് ഇമ്പോർട്ടഡ് ഇൻ ദി കൺട്രിയിലോട്ടുള്ള ഇമ്പോർട്ടിംഗ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പ്രൊവിഷൻസ് ഫോർ ഫുഡ് റീകോൾ. ഫുഡിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, ഹെൽത്ത് ഹസാർഡൊക്കെ കാണുവാണ്, മാൽ പ്രാക്ടീസൊക്കെ വരുവാണ്, അഡൾട്രേഷനോ സംതിങ് എന്തെങ്കിലും ഒരു കാണുവാണ്, അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യം കാണുവാണെങ്കിൽ ഫുഡ് റീകോൾ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ദെൻ സർവൈലൻസ്, കൃത്യമായിട്ട് പീരിയോഡിക്കലി സർവൈലൻസ് നടക്കുന്നുണ്ട്. ദെൻ എൻവിസേജസ് ലാർജ് നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ലബോറട്ടറീസ്. ഇവർക്ക് തന്നെ വളരെ വലിയൊരു ഫുഡ് ലബോറട്ടറി നെറ്റ്വർക്ക് തന്നെയുണ്ട്. ന്യൂ ജസ്റ്റിസ് ഡിസ്പെൻസേഷൻ ഫോർ ഫാസ്റ്റ് ട്രാക്ക് ഡിസ്പോസൽ ഓഫ് കേസസ്. ഇതിൽ വരുന്ന അപ്പീലും കേസസും ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കി പോകുന്നുണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ ഗ്രേഡഡ് പെനാൽറ്റീസ്. എന്തെങ്കിലും കുറ്റങ്ങൾ വരുമ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെനാൽറ്റീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി മെഷേഴ്സ് വിത്തൗട്ട് റെഡ്യൂസിങ് സേഫ് ഗാർഡ്സ് ടു പബ്ലിക് ഹെൽത്ത് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. The Act emphasizes on training and awareness program regarding food safety for business operators, consumers and regulators. Okay. സോ ഇതൊക്കെയാണ് FSS ആക്ടിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി നമുക്ക് പാർട്സ് ഓഫ് ദി FSS ആക്ട് 2006. ഇത് വളരെ എന്താ പറയാനാ, നമ്മുടെ FSS ആക്ട് 2006 എന്ന് പറയുന്നത് ആ ഒരു ഫുൾ ആക്ടിൻ്റെ ചെറിയൊരു വെർഷനായിട്ടാണ് ഇതിൽ പറയുന്നത്, ഒരു ഇൻട്രോ പോലെ. നമുക്ക് ശരിക്കും ആ ഒരു ആക്ടിലെ കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിച്ചു പോകേണ്ടത്. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. സോ FSS ആക്ട് 2006 എന്ന് പറയുന്നത് 12 ചാപ്റ്ററുകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 12 ചാപ്റ്റേഴ്സ്.
വേണ്ട ഇതിപ്പോൾ ഇങ്ങനെയാണ് ഓരോ സെക്ഷൻസ്. സെക്ഷൻ 1-ലാണെങ്കിൽ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ്, സെക്ഷൻ 2-ൽ ഡിക്ലറേഷൻ, സെക്ഷൻ 3-ൽ ഡെഫിനിഷൻ, സെക്ഷൻ 4-ൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനെയാണ് ഓരോ സെക്ഷനുകളും പോകുന്നത്. ഇനി ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 12 ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഇതാണ്. ഇപ്പോൾ ചാപ്റ്റർ 1-ൽ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ചാപ്റ്റർ 2-ൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യമാണ് വരുന്നത്. ദെൻ ചാപ്റ്റർ 3-ൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റിയാണ് വരുന്നത്. ചാപ്റ്റർ 4-ൽ ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് വരുന്നുണ്ട്. ചാപ്റ്റർ 5-ൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ട്. ചാപ്റ്റർ 6-ൽ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് ടു ഫുഡ് സേഫ്റ്റി. ചാപ്റ്റർ 7-ൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ആക്ട്. ചാപ്റ്റർ 8-ൽ അനാലിസിസ് ഓഫ് ഫുഡ്. ചാപ്റ്റർ 9-ൽ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ചാപ്റ്റർ 10-ൽ അഡ്ജുഡിക്കേഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ചാപ്റ്റർ 11-ൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട്സ്. ചാപ്റ്റർ 12-ൽ മിസ്ലേനിയസ് മാറ്റേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ നമുക്കൊരു 101 സെക്ഷൻ വരെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 12 ചാപ്റ്ററുകളും 101 സെക്ഷനുമാണ് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് അത് പഠിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ സെക്ഷനുകളും പഠിക്കാനില്ല. സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത്രയും മാത്രം നോക്കി പോയാൽ മതി. ചാപ്റ്റർ ഓരോന്നിൻ്റെയും നെയിംസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. So chapter 1 preliminary-ലോട്ട് പോകാം. This section consists of the short title, extent and commencement, declaration as to expediency of control by the union and definitions. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പ്രിലിമിനറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രിലിമിനറിയിൽ വരുന്നത് ഷോർട്ട് ടൈറ്റിലിനെ പറ്റി എക്സ്റ്റെൻഡും കമൻസ്മെൻറ്റും ഒക്കെയാണ് ഈ പ്രിലിമിനറിയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 2 ആണ്. അതിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് വരുന്നത്. സോ ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് സെക്ഷൻസ് 4 to 17 വരെയാണ് പറയുന്നത്. ഇതിൽ പറയുന്ന എന്തൊക്കെയാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയുന്നത്. ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങൾ. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് അതർ മെമ്പേഴ്സ്. ഇതിലെ ചെയർമാൻ്റെയും മറ്റ് മെമ്പേഴ്സിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റും അതുപോലെ അവരുടെ റിമൂവലും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പിന്നെ എന്താണ് അതർ കണ്ടീഷൻസ്, ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഫുഡ് അതോറിറ്റി. ദെൻ CEO ഉണ്ടല്ലോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഫങ്ഷൻസ്. ദെൻ ഈ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റീനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അവരുടെ ഫങ്ഷൻസും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും. അതുപോലെ സയൻറ്റിഫിക് പാനൽസിൻ്റെയും സയൻറ്റിഫിക് കമ്മിറ്റിയുടെയൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പിന്നെ പ്രൊസീജിയർ ഫോർ ദി സയൻറ്റിഫിക് കമ്മിറ്റി ആൻഡ് സയൻറ്റിഫിക് പാനൽസ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാമാണ് എന്തു പറയുന്നത് ഈ ഒരു ചാപ്റ്റർ 2 ആയ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, the chapter further details the duties and functions of the food authority to regulate and monitor the manufacture, processing, distribution, sale and import of food. It also provides for the procedures for conduct of meetings of the food authority, transaction of business at its meetings and procedures of voting by members, etc. അടുത്ത ചാപ്റ്റർ 3 ആണ്. 3-ൽ വരുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി. ഇതിൽ ആകെ സെക്ഷൻ 18 മാത്രമേ വരുന്നുള്ളൂ, കംപ്രൈസിങ് ഓൺലി സെക്ഷൻ 18. ദിസ് ചാപ്റ്റർ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഓൺ ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി, ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ ഫ്രെയിമിംഗ് റെഗുലേഷൻസ് ഓർ സ്പെസിഫൈയിങ് ദ സ്റ്റാൻഡേർഡ്സ് അണ്ടർ ദി ആക്ട് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ administration of the act by the central government, the food authority, the state government and other agencies while enforcing or implementing the provisions of the act. The said authorities shall be guided by the general principles of food safety such as risk analysis, risk assessment, risk management, risk communication, transparent public consultation, protection of consumer interest. It empowers the food authority to notify other general principles from time to time as per the requirements. Okay, so FSS Act full ആയിട്ട് എടുത്തിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സെക്ഷൻ 18-ൽ പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്. ഓക്കെ, ഈ ഒരു ആക്ട് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ആര് ഫോളോ ചെയ്യേണ്ടത്? ദ സെൻട്രൽ ഗവൺമെൻറ്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദ ഫുഡ് അതോറിറ്റി ആൻഡ് അതർ ഏജൻസീസ് ആസ് ദ കേസ് മേ ബി വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി ഗൈഡഡ് ബൈ ദി ഫോളോയിങ് പ്രിൻസിപ്പിൾസ് നെയിമിൽ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബാധകമായിട്ട് വരുന്ന ആ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ റിസ്ക് അനാലിസിസും റിസ്ക് മാനേജ്മെൻറ്റും പിന്നെ എന്തൊക്കെയാണ്
എന്തൊക്കെയാണ് റിസ്ക്, കമ്മ്യൂണിക്കേഷനും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ആ ഒരു പ്രിൻസിപ്പൽ വൈസുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ ചാപ്റ്റർ 3യിലാണ്. അടുത്ത് പറയുന്നത് ചാപ്റ്റർ 4 പറയുന്നത് ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 4 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇപ്പോൾ യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് അല്ലേ, അല്ലെങ്കിൽ ഫുഡ് അഡിറ്റീവ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, കളറൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്ലേവറിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കണ്ടാമിനൻസ്, ഹെവി മെറ്റൽസ് ഒക്കെ വരുന്നത്, ദെൻ പെസ്റ്റിസൈഡ്സ്, വെറ്ററിനറി ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ഒക്കെ, അതുപോലെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, ഓർഗാനിക് ഫുഡ്, ഫങ്ഷണൽ ഫുഡ്സ്, പ്രൊപ്രൈറ്ററി ഫുഡ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡുകൾ വരുന്നുണ്ട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദെൻ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ് എങ്ങനെയായിരിക്കണം, പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഒരു വെറുതെ എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പാടില്ലല്ലോ. സോ എങ്ങനെയൊക്കെ ആയിരിക്കണം അവർ അഡ്വർടൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചാപ്റ്റർ 4 വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന സെക്ഷൻസ് 19 മുതൽ 24 വരെയാണ്. ദിസ് ചാപ്റ്റർ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് നോ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഷാൽ കണ്ടെയ്ൻ കണ്ടാമിനൻസ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഫുഡ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടാമിനൻസ് വരരുത്, നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാവരുത്, ടോക്സിൻസ് ഉണ്ടാവരുത്, ഹോർമോൺസ് ഓർ ഹെവി മെറ്റൽസ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, വെറ്ററിനറി ഡ്രഗ് റെസിഡ്യൂസ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ്, സോൾവെൻറ്റ് റെസിഡ്യൂസ്, ഫാർമക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് മൈക്രോബയോളജിക്കൽ കൗണ്ട്സിന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരരുത്. പിന്നെ മൈക്രോബയോളജിക്കൽ കൗണ്ടുകളാണെങ്കിൽ പറയുന്ന ലിമിറ്റിൽ നിൽക്കണം. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. സച്ച് ക്വാണ്ടിറ്റീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി റെഗുലേഷൻസ്. സെക്ഷൻ 19 പ്രൊഹിബിറ്റ്സ് യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ്സ് അതർ ദാൻ ദോസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ്. അതായത് നമുക്ക് ഈ സെക്ഷൻ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് പറയും. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് പറയുന്നുള്ളൂ. ഇപ്പോൾ സെക്ഷൻ 19 ഫുഡ് അഡിറ്റീവ്സ് എത്രയാണ് അതിൻ്റെ ലെവലിൽ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലെവലുണ്ട്, അതിനനുസരിച്ച് മാത്രമേ ആഡ് ചെയ്യുള്ളൂ, അതിൻ്റെ മേലെ പോകരുത്. ദെൻ സെക്ഷൻ 22 പ്ലേസസ് എ റെസ്ട്രിക്ഷൻ ഓൺ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഫുഡ് വിച്ച് ആർ നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദി റെഗുലേഷൻസ്. പിന്നെ സെക്ഷൻ 23 എന്തായിരിക്കും, പാക്കേജിങ് ആൻഡ് ലേബലിംഗ് റിക്വയർമെൻറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 24 എന്തിൻ്റെ റെസ്ട്രിക്ഷനാണ്, ഈ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതും അതിൻ്റെ റെസ്ട്രിക്ഷനും പ്രൊഹിബിഷനും ഒക്കെയാണ് വരുന്നത്. പ്രൊഹിബിറ്റ്സ് യൂസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ 4 വരുന്നത്. ദെൻ ചാപ്റ്റർ 5 നോക്കിക്കഴിഞ്ഞാൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ട്. ഇതിൽ സെക്ഷൻ 25 മാത്രമേ വരുന്നുള്ളൂ. ദിസ് ചാപ്റ്റർ മാൻഡേറ്റ്സ് ദാറ്റ് ഓൾ ഇമ്പോർട്ട്സ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ആർ സബ്ജect to the provisions of the act. It provides that no person shall import into India any article of food in contravention of the act or any rules and regulations made thereunder. Okay, so ഈ ഒരു ആക്ടിനനുസരിച്ചിട്ടുള്ള ഈ ഒരു ആക്ടിനെ കോംപ്ലൈ ചെയ്യുന്ന രീതിയിൽ, ഒബേ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഇമ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നടത്താവൂ, അല്ലാതെ ചെയ്യുന്നതൊക്കെ വയലേഷനാണ്. ദെൻ ചാപ്റ്റർ 6 പറയുന്നത് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടു ഫുഡ് സേഫ്റ്റി. ഇത് സെക്ഷൻ 26 മുതൽ 28 വരെ വരുന്ന ഭാഗങ്ങളാണ്. ദെൻ സെക്ഷൻ 7 എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ആക്ട്. ഈ ഒരു ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സെക്ഷനുകളൊക്കെയാണ് 29 മുതൽ 42 വരെ വരുന്നത്. ലൈസൻസിങ്ങും രജിസ്ട്രേഷനും, ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് കൊടുക്കുക, പ്രൊഹിബിഷൻ ഓർഡേഴ്സ് കൊടുക്കുക, പിന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ ആൻഡ് ദെയർ പവേഴ്സ്, ലയബിലിറ്റീസ്, ഒരു പ്ലേസ് പോയി സെർച്ച് ചെയ്യാനും അതുപോലെ സീഷർ ചെയ്യാനും, പിന്നെ അതിൻ്റെ പ്രോസിക്യൂഷനും ബാക്കി പ്രൊസീജിയേഴ്സും, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. ആ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 7 വരുന്നത്. ദെൻ ചാപ്റ്റർ 8 അനാലിസിസ് ഓഫ് ഫുഡിൻ്റെ അതിൽ വരുന്നത് സെക്ഷൻ 43 മുതൽ 47 വരെയാണ്. ഫുഡ് അനാലിസിസും ഫുഡ് അനലിസ്റ്റും പിന്നെ ലബോറട്ടറീസ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് സെക്ഷൻ ചാപ്റ്റർ 8. ദെൻ ചാപ്റ്റർ 9 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അറിയാമല്ലോ, ആവശ്യമില്ലാത്ത അൺഹൈജീനിക് പ്രാക്ടീസസോ എക്സ്ട്രേനിയസ് മാറ്ററോ അഡൾട്രൻറ്റോ ഒക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റോ മിസ്ലീഡിങ് ബ്രാൻഡോ സബ്സ്റ്റാൻഡേർഡ് ഫുഡോ എന്തോ ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുറ്റങ്ങളും അതിൻ്റെ പിഴകളും പറയുന്നത് 9 ദെൻ ചാപ്റ്റർ 10 അഡ്ജുഡിക്കേഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 68 മുതൽ 80 വരെയുള്ള സെക്ഷനുകളാണ് ചാപ്റ്റർ 10 വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും അതിൻ്റെ വിധി കാര്യങ്ങൾ, ഒരു നീതിന്യായപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ അഡ്ജുഡിക്കേഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ്റെ ഉള്ളിലുള്ള
എന്താണ് ഉള്ളിലാണ് എല്ലാം പറയുന്നത് കേട്ടോ. അതായത് ഓരോ ട്രൈബ്യൂണൽസിൻ്റെയൊക്കെ പവേഴ്സും പിന്നെ അപ്പീലിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 10-ലാണ്. ദെൻ 11-ലാണെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്സ്, റിപ്പോർട്ട്സ് സെക്ഷൻ 81 മുതൽ 84 വരെയുള്ള കാര്യങ്ങളാണ്. ദെൻ ചാപ്റ്റർ 12-ൽ മിസ്ലേനിയസ് കാര്യങ്ങൾ. ദെൻ പിന്നെ ഇതിൽ പറയുന്നത് ഷെഡ്യൂൾസ്, 2 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. There are 2 schedules given at the end of the act, while the first schedule contains the 5 zones into which all the states and UTs have been grouped. The second schedule contains the act and various orders which stand repealed with the coming into force of this act. Okay. പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റൂൾസ് 2011 നോക്കാം. റൂൾസ്, അപ്പോൾ നമ്മുടെ സെക്ഷൻ 91-ൽ തന്നെയാണ് ഈ റൂൾസിൻ്റെ കാര്യം പറയുന്നത്. സെക്ഷൻ 91 നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറാണ് പറയുന്നത്. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് Standards Act 2006 under Section 91 empowers the central government to make rules by notification in the official gazette for carrying out the provisions of the FSS Act. Such rules may provide for all or any of the following matters. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് റൂൾസ് ഉണ്ടാക്കാൻ പറ്റും ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ട്. സോ അത്തരത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റൂൾസ് അതെവിടേക്കാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? സച്ച് റൂൾസ് മേ പ്രൊവൈഡ് ഫോർ ഓൾ ഓർ എനി ഓഫ് ദി ഫോളോയിങ് മാറ്റേഴ്സ്. ഈ താഴെ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് റൂൾസ് ഉണ്ടാക്കാം അല്ലേ. റൂൾസ് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ റൂൾസ് കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ പറ്റും. എന്തിലൊക്കെയാണ്? സാലറി, ടേംസ്, കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് അതർ ദാൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അണ്ടർ സബ്സെക്ഷൻ 2 ആൻഡ് ദ മാനർ ഓഫ് സബ്സ്ക്രൈബിംഗ് ടു ആൻ oath of office and secrecy under subsection 3 of section 7. Then qualification of food safety officer, manner of taking the exact of documents seized under subclause, then determination of cases for referring to appropriate courts, അല്ലെ ഓരോ കോടതികളിലോട്ട് കൊടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടത്. ദെൻ ക്വാളിഫിക്കേഷൻസ് ഓഫ് ഫുഡ് അനലിസ്റ്റ്, the manner of sending samples for analysis and details of the procedure to be followed in this regard. Then the procedure to be followed in adjudication of cases under subsection 1 of section 68. Then qualifications, term of office, resignation, removal of presiding officer, പിന്നെ എന്താണ് any other matter relating to procedure and powers of tribunal under clause. Then the fee to be paid for preferring an appeal to the High Court under subsection. Then form and time of preparing budget, form and statement of accounts under subsection. Okay, budget, accounts, report ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. Then any other matter which is required to be or may be prescribed or in respect of which provision is to be made by rules by the central government. Okay. In exercise of the powers conferred by the Act, the central government notified the food safety and standards rules in 2008 regulating the salaries, allowances and other services of chairperson and members other than ex officio members of food authority. Subsequently, central government came up with comprehensive food safety and standards rules 2011 to regulate various subjects given under section 91 of the Act. Okay. സോ ഇതിലൊക്കെയാണ് ഇവർക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. ദെൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻസ് 2011. ഓക്കെ, ഇപ്പം നമ്മൾ റൂൾസാണ് പറഞ്ഞത്, ഇനി റെഗുലേഷൻസും കൂടെ നോക്കാം. അത് സെക്ഷൻ 92-ലാണ് പറയുന്നത്. ഓക്കെ, ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 അണ്ടർ സെക്ഷൻ 92 provides that the food authority may, with the previous approval of the central government and after previous publication by notification, make regulations consistent with this act and the rules made thereunder to carry out the provisions of this act. മനസ്സിലായി. അപ്പോൾ റൂൾസൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റുന്നത് ആർക്കാണ്? റൂൾസ് കൊണ്ടുവരാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം സെക്ഷൻ 91 പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും റെഗുലേഷൻസ് കൊണ്ടുവരാനുള്ള ഫുഡ് അതോറിറ്റീൻ്റെ അധികാരം സെക്ഷൻ 92 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സച്ച് റെഗുലേഷൻസ് മേ പ്രൊവൈഡ് ഫോർ ഓൾ ഓർ എനി ഓഫ് ദി ഫോളോയിങ് മാറ്റേഴ്സ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും കാര്യങ്ങളിലൊക്കെ ആർക്ക്? ഫുഡ് അതോറിറ്റിക്ക് റെഗുലേഷൻസ് കൊണ്ടുവരാൻ പറ്റും. എന്തിലൊക്കെയാണ്? സാലറീസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദി ഫുഡ് അതോറിറ്റി. കണ്ടു, ഇവർക്ക് ഫുഡ് അതോറിറ്റിയിലുള്ള എന്താണ് ഓഫീസേഴ്സിൻ്റെയും അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസിൻ്റെയൊക്കെ സാലറിയിലും അതുപോലെ അവരുടെ സർവീസ് കണ്ടീഷൻസിലൊക്കെ എന്തെങ്കിലും റൂൾസ് കൊണ്ടുവരാൻ പറ്റും.
Then rules of procedure for transaction of business under subsection 5 of section 11. Then other functions of the central advisory committee, procedure of scientific committee and panels, notifying standards and guidelines in relation to articles of food meant for human consumption, procedure to be followed by food authority for transaction of business at its meetings. Then making of amending regulations, amendment എന്ന് പറയുന്നത് ഭേദഗതി വരുത്തുന്നത്, making or amending regulations in view of urgency concerning food safety or public health. ഓക്കെ, പെട്ടെന്നൊരു ഫുഡ് സേഫ്റ്റി അർജൻസി വരുവാണ്, സോ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഗുലേഷൻസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുന്ന റെഗുലേഷൻസ് അമെൻമെൻറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ലിമിറ്റ്സ് ഓഫ് അഡിറ്റീവ്സ്, limits of quantities of contaminants, toxic substance, heavy metals, tolerance limits of pesticides, veterinary drug residues, the manner of marking and labeling of food, പിന്നെ form in which guarantee shall be given under subsection. Then conditions and guidelines relating to food recall procedures, regulations relating to functioning of food safety officer, notifying the registering authority and the manner of registration, the manner of making application for obtaining license, the fees payable therefore, and the circumstances under which such license may be cancelled or fortified under section 31. The respective areas of which the designated officer shall be in charge for food safety administration, procedure for in getting food analyzed, functions, procedures to be followed by food laboratories, procedure to be followed by officials under subsection 6 of section 47, financial regulations, issue guidelines or directions for participation in codex meetings, any other meetings which is required to be or may be specified by regulations or in respect of which provision is to be made by regulations. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇവർക്ക് റെഗുലേഷൻസ് കൊടുക്കാൻ പറ്റും. ഇൻ എക്സർസൈസ് ഓഫ് ദി പവേഴ്സ് കൺഫേർഡ് ബൈ ദി ആക്ട്, ദ ഫുഡ് അതോറിറ്റി ഹാസ് ഫ്രം ടൈം ടു time brought out a number of regulations to regulate the subjects mentioned in section 92 of the FSS Act. Some important regulations are given below. ഇങ്ങനെ ഇവർ കൊണ്ടുവന്ന കുറേ റെഗുലേഷൻസ് ഉണ്ട്, അതിലെ ഇമ്പോർട്ടൻറ്റ് റെഗുലേഷൻസ് ആണ് താഴെ പറയുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബിസിനസ് ട്രാൻസാക്ഷൻ റെഗുലേഷൻ കൊണ്ടുവന്നു 2010. പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ് റെഗുലേഷൻ 2011 കൊണ്ടുവന്നു. അങ്ങനെ 2011 തന്നെ ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് അഡിറ്റീവ്സിൻ്റെ ഒരു റെഗുലേഷനും, പ്രൊഹിബിഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സെയിൽസിൻ്റെ റെഗുലേഷൻ, പാക്കേജിംഗ് ആൻഡ് ലേബലിങ്ങിൻ്റെ റെഗുലേഷൻ, ലബോറട്ടറി ആൻഡ് സാമ്പിളിംഗ് അനാലിസിസിൻ്റെ റെഗുലേഷൻ, ഇതെല്ലാം 2011 കൊണ്ടുവന്നു. പിന്നെ 2016 പലതരത്തിലുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് ഓർ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇത്തരത്തിലുള്ളതിൻ്റെയൊക്കെ റെഗുലേഷൻ. ദെൻ 2017 ഫുഡ് റീകോൾ പ്രൊസീജിയറിന് ഒരു റെഗുലേഷൻ. ദെൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇമ്പോർട്ട് റെഗുലേഷൻ 2017. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഇമ്പോർട്ടൻറ്റ് റെഗുലേഷൻസ്. സോ നമ്മളിപ്പോൾ FSS ആക്റ്റും റെഗുലേഷൻസും ഓവറോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വേണ്ടത് ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് ഈ ഒരു 101 സെക്ഷൻ്റെ നെയിംസ് പഠിച്ചു വയ്ക്കുവാണെങ്കിൽ, അതായത് ഏത് ചാപ്റ്ററിൻ്റെ ഉള്ളിലാണ് ഏത് സെക്ഷൻസ് വരുന്നത് എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എക്സാം ഇച്ചിരി ടഫായിട്ട് വന്നാലും മാക്സിമം നമുക്ക് എന്താ പറയുക സ്കോർ ചെയ്യാനും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴാകുമ്പോൾ നമുക്ക് സമയമുണ്ട് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ പഠിക്കുക. പിന്നെ ഈ ഒരു ലോയിൻ്റെ പഠിച്ചെടുക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇച്ചിരി ടഫായിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗം പഠിച്ച് തീർത്താൽ നമുക്കിതിന് ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ ഇതിൻ്റെ അല്പം കൂടുതൽ ടഫ്നെസ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വേറെ കൂടുതൽ ഡീപ്പായിട്ടോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇതിലെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വന്ന് കണ്ടിട്ടുള്ളൂ. സോ പഠിച്ച ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ലോയിൻ്റെ സെക്ഷൻ. പിന്നെ ഇത് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു തവണ നിങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിരുത്തി വായിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രെയിനിൽ കയറത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് സമയമെടുത്ത് പറ്റുമെങ്കിൽ എഴുതി തന്നെ പോവുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി തന്നെ പോവുക. നന്നായിട്ടിരുന്ന് പഠിക്കുക. താങ്ക് യു.